സോ വെരി ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നിങ്ങളുടെ രാവിലെകളെ ഊർജ്ജസ്വലമാക്കുന്ന സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകാശ പ്രതിഭാസത്തെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ സെഷൻ്റെ അകത്ത് നമ്മൾ സംസാരിക്കുക. നിങ്ങളുടെയൊക്കെ ദിവസം വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ തുടങ്ങി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സോ മൂവിങ് ഓൺ, നമ്മൾ പോകാൻ പോകുന്നത് ഒരു പ്രകാശ പ്രതിഭാസം, അതായത് പ്രകീർണനം എന്ന് പറയുന്ന ഒരു പ്രകാശ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ടേമാണ്. ഇതിൻ്റെ അകത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. എന്തായിരുന്നു? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രകാശ പ്രതിഭാസം. അപ്പോൾ അത് വളരെ റിക്കറിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എനിവേ, നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് എന്താണ് സമന്വിത പ്രകാശം എന്നാണ്. ഒന്നിലധികം വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശവർണ്ണം അറിയപ്പെടുന്ന പേരാണെന്ത്? സമന്വിത പ്രകാശം. അതിനെ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒന്നിലധികം പ്രകാശവർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന, ഒന്നിലധികം ഇൻ ദ സെൻസ് 7 വർണ്ണങ്ങൾ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നിലധികം വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശവർണ്ണത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? സമന്വിത പ്രകാശം എന്ന് വിളിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു സമന്വിത പ്രകാശത്തെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുകയാണ് എന്ന് കരുതുക. ഓക്കെ അല്ലേ? ഒരു സമന്വിത പ്രകാശത്തെ നിങ്ങളൊരു പ്രിസത്തിലൂടെ കടത്തിവിടുകയാണെന്ന് കരുതുക. അത്തരത്തിലൊരു പ്രിസത്തിലൂടെ കടന്നു പോയാൽ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവൻ അവൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? വേർപിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രകാശ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് എന്താ? പ്രകീർണനം. ഓക്കെ ആണല്ലോ? അപ്പോൾ സമന്വിത പ്രകാശവും പ്രകീർണനവും നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഒന്നുകൂടെ പറയാം. എന്തോന്നാ സമന്വിത പ്രകാശം? ഒന്നിലധികം പ്രകാശവർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശവർണ്ണം അറിയപ്പെടുന്ന പേരാണെന്ത്? സമന്വിത പ്രകാശം. ഇത്തരത്തിലൊരു സമന്വിത പ്രകാശത്തെ അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറ്റുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? പ്രകീർണനം. രണ്ടും സെറ്റ് അല്ലേ? സോ മൂവിങ് ഓൺ, ഈ പറഞ്ഞ പ്രകീർണനത്തിന് അടിസ്ഥാനമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ്. നോക്കടാ, പ്രകാശം വായുവിൽ നിന്ന് ഗ്ലാസിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഗ്ലാസിനകത്തേക്ക് പ്രവേശിക്കുക ഇൻ ദ സെൻസ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പ്രവേശിക്കുക എന്നല്ലേ? അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ അപവർത്തനം നടക്കും. അപവർത്തനമാണ് പ്രകീർണനത്തിന് അടിസ്ഥാനം എന്നുള്ളൊരു പോയിന്റൂടെ ഇതിനകത്ത് നിന്ന് ഉള്ള ടേക്ക് അവേ ആണ്. എനിവേ, 3 പോയിന്റുകൾ. അപ്പോൾ ഒന്നുകൂടെ പറ, എന്തോന്നാ സമന്വിത പ്രകാശം? ഒന്നിലധികം പ്രകാശവർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശം അറിയപ്പെടുന്ന പേരാണ് സമന്വിത പ്രകാശം. ഇത്തരത്തിലൊരു സമന്വിത പ്രകാശത്തെ അതിൻ്റെ ഘടകവർണ്ണങ്ങളാക്കി മാറ്റുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് എന്താ? പ്രകീർണനം. ഇനി പ്രകീർണനത്തിന് അടിസ്ഥാനമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് എന്തായിരുന്നു? അപവർത്തനമാണ് എന്നുള്ള കാര്യം കൃത്യമായി ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ശേഷം പ്രകീർണനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് ഈ പറഞ്ഞ സംഗതി. വേറെ ഒന്നുമല്ല, നമുക്കറിയാം. ഇപ്പോൾ സൂര്യപ്രകാശമാണ് പ്രിസത്തിനകത്തൂടെ കയറുന്നതെങ്കിൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അവൻ എത്ര വർണ്ണങ്ങളായിട്ടുണ്ടാവും? 7 ഘടകവർണ്ണങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പ്രതിഭാസം അറിയപ്പെടുന്ന പേരായിരുന്നു പ്രകീർണനം. ഓർമ്മിക്കേണ്ടത്, പ്രകീർണനവുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ടേമിലേക്ക് നമ്മൾ പോകുന്നു. പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ്. നിങ്ങൾക്കറിയാം എന്തോന്നാ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ സംസാരിക്കുന്ന പ്രകാശത്തെക്കുറിച്ചാണ്. പെയിന്റ് ആ ഒരു ലെവലിലേക്കൊന്നും നിങ്ങൾ ചിന്തിച്ച് കളയരുത്. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മറ്റ് വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ നിർമ്മിച്ചെടുക്കാൻ കഴിയാത്ത വർണ്ണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പ്രാഥമിക വർണ്ണങ്ങൾ. മറ്റ് വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ നിർമ്മിച്ചെടുക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ്. ഓക്കെ അല്ലേ? മറ്റേതെങ്കിലും 2 ലൈറ്റ് അല്ലെങ്കിൽ 2 ഡിഫറൻറ്റ് കളേഴ്സ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താക്കാൻ കഴിയില്ല? ഈ പറഞ്ഞ പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. ആരൊക്കെയാണ് ആ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBG എന്ന് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ആരായിരുന്നു? RBG. ആ ഓർഡറിൽ തന്നെ പഠിച്ചേര്. RBG ആരൊക്കെയാ? ചുവപ്പ്, നീല, പച്ച. ചുവപ്പ്, നീല, പച്ച എന്നിവരാണെന്ത്? RBG അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ. അപ്പോൾ എന്തായിരുന്നു പ്രാഥമിക വർണ്ണങ്ങൾ? മറ്റ് വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ നിർമ്മിച്ചെടുക്കാൻ കഴിയാത്ത വർണ്ണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രാഥമിക വർണ്ണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 3 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ആര് ലഭിക്കുമായിരിക്കും? പ്രാഥമിക വർണ്ണങ്ങൾ Rഉം Bയും Gയുമാണ്. ഇവർ 3 പേരും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ധവളപ്രകാശമായിരിക്കും. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ 3ഉം ചേർന്നാൽ നമുക്ക് ലഭിക്കുന്നത് ആരായിരിക്കും? ധവളപ്രകാശമായിരിക്കും. പ്രാഥമിക വർണ്ണങ്ങൾ 3ഉം ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായ ഓർമ്മയിൽ ഉണ്ടാവണം. ഈ പ്രാഥമിക വർണ്ണങ്ങളുടെ കോമ്പിനേഷനിലൂടെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നവ അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? ദ്വിതീയ വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന പുതിയ വർണ്ണം അറിയപ്പെടുന്ന പേരാണെന്ത്? ദ്വിതീയ വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾ ആരൊക്കെയാണ്? YMC എന്ന് പഠിക്കുമോ? എന്തായിരുന്നു? YMC സ്റ്റാൻഡ്സ് ഫോർ യെല്ലോ, മജന്ത, സിയാൻ. അതായത് മഞ്ഞ, മജന്ത, സിയാൻ എന്നിവരാണെന്ത്? ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പോവാം. 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പുതിയ വർണ്ണം അറിയപ്പെടുന്ന പേരാണെന്ത്? ദ്വിതീയ വർണ്ണം. ഒന്നുകൂടെ പറ. 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പുതിയ വർണ്ണം അറിയപ്പെടുന്ന പേരാണ് ദ്വിതീയ വർണ്ണം. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടൊരു ചിത്രം ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ അല്ലേ? 3 അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള, ടോട്ടൽ 6 അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നു. അതിനായിട്ട് എനിക്ക് ആദ്യം ആവശ്യം ഒരു ട്രയാങ്കിളാണ്. ഓക്കെ അല്ലേ? ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് പ്രദക്ഷിണ ദിശയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 അക്ഷരങ്ങൾ R, B and G, 3 അക്ഷരങ്ങൾ ഞാൻ എഴുതി. ശേഷം എന്ത് ചെയ്യുന്നു? തലകീഴായി മറ്റൊരു ട്രയാങ്കിളൂടെ വരയ്ക്കുന്നു. നിലവിൽ ഇതൊരു സ്റ്റാറായി മാറുന്നു. ഈ സ്റ്റാറിനകത്ത് ഞാൻ എഴുതുന്ന YMC. ഓക്കെയാണ്.
ഫിഗറാണ്. ഈ സാധനമാണ് ഈ ഏരിയക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതായത് ഈ ഒരൊറ്റ ഫിഗറിൻ്റെ അകത്ത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ സെറ്റിൻ്റെ ഉത്തരം എത്തുന്നു നോക്കിക്കോ. ഈ പറഞ്ഞ സാധനത്തിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന കോമ്പിനേഷൻസ് ഞാൻ എഴുതാൻ പോവാണ്. അതായത് റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. റെഡും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒത്ത നടുക്ക് കിടക്കുന്ന മജന്ത കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എടാ ബ്ലൂവും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ ആരെയും കിട്ടും? സിയാനെയും കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പോകാം. ആരൊക്കെയായിരുന്ന കോമ്പിനേഷൻ ഒന്നുകൂടെ പറയുമ്പോൾ നമുക്ക് ഈ സീക്വലിൽ പോകാം. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റൊട്ടേഷനിൽ തന്നെ പോകാം. റെഡും ബ്ലൂവും ചേർന്നാൽ ആരെ കിട്ടും? റെഡും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ ആരെ കിട്ടും? മജന്ത കിട്ടും. റെഡും ബ്ലൂവും ചേർന്നാൽ മജന്ത. ഓക്കെ അല്ലടാ, റെഡും ബ്ലൂവും ചേർന്നാൽ മജന്ത. ഇനി ബ്ലൂവും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ ആരെ കിട്ടും? ബ്ലൂവും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ ആരെ കിട്ടും? സിയാൻ. ഓക്കെ അല്ലേ? ആൻഡ് ഫൈനലി റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ ആരെയും കിട്ടും? റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോയും കിട്ടും എന്നുള്ള കാര്യം കൃത്യമായ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ ഒറ്റ ഫിഗറിൻ്റെ അകത്ത് നിന്നാണ് നമ്മളിത് ഈ പറഞ്ഞ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർ മാത്രം ഓർമ്മയിൽ ഉണ്ടായിരുന്നാൽ മതി. ഒന്നുകൂടെ പറയാം, സീക്വൽ എങ്ങനെയായിരുന്നടാ? RBGYMC. RBGYMC വെറും 6 അക്ഷരങ്ങളുടെ കോമ്പിനേഷൻ്റെ അകത്ത് നിന്നാണ് നമ്മളിത് ഈ ഒരു സാധനം എഴുതിയത്. ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല, ഇതിന് മറ്റൊരു ആപ്ലിക്കേഷനോടെ ഉണ്ട്, അതിലേക്ക് എത്താം. എനിവേ ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കൃത്യമായി റീഡ് ചെയ്തെടുക്കാൻ കഴിയും. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു തവണ കൂടെ ഈ പറഞ്ഞ ഫിഗർ മാത്രം വരയ്ക്കുകയാണ്. ദാ ട്രയാങ്കിൾ ആദ്യം വരച്ചടാ. ട്രയാങ്കിളിൻ്റെ അകത്ത് നമ്മൾ ആരൊക്കെയാണ്? 3 അക്ഷരങ്ങൾ ആരൊക്കെയാണ്? RBG. രണ്ടാമത് ഇൻവെർട്ടർ ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ വരച്ച ശേഷം എവിടെ നിന്ന് തുടങ്ങി? താഴെ നിന്ന് തന്നെ സൈക്ലിക് ആയിട്ട് എന്തായിരുന്നു? YMC. കോമ്പിനേഷൻസ് ഒന്നുകൂടെ പറ. റെഡും ഗ്രീനും ചേർന്നാൽ യെല്ലോ കിട്ടും. റെഡും ബ്ലൂവും ചേർന്നാൽ മജന്ത കിട്ടും. ഇനി ബ്ലൂവും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാലോ സിയാൻ കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പുതിയ വർണ്ണത്തെ വിളിച്ച പേരായിരുന്നു എന്താ? ദ്വിതീയ വർണ്ണം. YMC, യെല്ലോ, മജന്ത, സിയാൻ എന്നിവരാണ് എന്ത്? ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണം. പരിപാടി സെറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഇനി മൂന്നാമതൊരു സാധനം കൂടെ ഉള്ളത്, ഈ ഒരു പ്രാഥമിക വർണ്ണവും ദ്വിതീയ വർണ്ണവും ചേരുകയാണ്. അതായത് റെഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സിയാനും ചേരുന്നു, അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള യെല്ലോയും ചേരുന്നു, അല്ലെങ്കിൽ ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മജന്തയും ചേരുന്നു. ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് റെഡിൻ്റെ സിയാൻ്റെയും കാര്യം പറയാം. റെഡ് പ്ലസ് സി ഗീവ്സ് എന്ത് ലഭിക്കുമായിരിക്കും? നമുക്കറിയാം സിയാൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ആരൊക്കെയാണ്? ബ്ലൂവും ഗ്രീനും. സിയാനിനുള്ളിൽ ആരൊക്കെയുണ്ട്? ബ്ലൂവും ഗ്രീനും ഉണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ആറും ബിയും ജിയും ചേർന്നാൽ ആര് ലഭിക്കും? വൈറ്റ് അല്ലെങ്കിൽ ധവളപ്രകാശം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ റെഡും സിയാൻ്റെ അകത്ത് ആരുണ്ടാ? RBG ഇല്ലേ? റെഡിൻ്റെ അകത്ത് സിയാനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബ്ലൂവും ഗ്രീനും, അതായത് RBG 3 പേരുമായി, അതായത് ആരെ കിട്ടും? വൈറ്റ് കിട്ടും. അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്ക്, ബ്ലൂവും യെല്ലോയും നോക്ക്. ബ്ലൂയും യെല്ലോയും ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോ ഈസ് കമ്പോസ്ഡ് ഓഫ് ആരൊക്കെ? യെല്ലോയ്ക്കകത്ത് ആരൊക്കെ ഉണ്ട്? റെഡും ഗ്രീനും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടൂടാ? വൈറ്റ് അല്ലെങ്കിൽ ധവളപ്രകാശം എല്ലാം തന്നെ ലഭിക്കും. ആൻഡ് ഫൈനലി ഗ്രീനും മജന്തയും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? വീണ്ടും വൈറ്റ് തന്നെ കിട്ടൂടാ. ഓക്കെ അല്ലേ? മജന്തയ്ക്കകത്ത് ആരൊക്കെ ഉള്ളത് കൊണ്ടാണ്? റെഡും ബ്ലൂവും ഉള്ളത് കൊണ്ടാണ്. ഇത്തരത്തിൽ ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കുമെങ്കിൽ ആ 2 വർണ്ണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് പൂരകവർണ്ണങ്ങൾ എന്നാണ്. എന്തെന്ന് വിളിക്കാം? പൂരകവർണ്ണങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കുമെങ്കിൽ ആ 2 വർണ്ണങ്ങളും പൂരകങ്ങളാണ്. ഇത്രയും റിവൈസ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. നമ്മൾ പറഞ്ഞ ടേമുകളിലേക്ക് ഒന്നുകൂടെ പോകാം. എന്തോന്നാ സമന്വിത പ്രകാശം? ഒന്നിലധികം പ്രകാശവർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശത്തെ വിളിച്ച പേരാണ് സമന്വിത പ്രകാശം. ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണെന്ത്? പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. ഓക്കെ അല്ലേ? ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണനത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞു. പറ. അപവർത്തനം. പ്രകീർണനത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. പിന്നെ പോയത് പ്രാഥമിക വർണ്ണങ്ങളിലേക്ക്. എന്തോന്നാ? ആലോചിച്ച് പറ. മറ്റ് വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ നിർമ്മിച്ചെടുക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഓക്കെ അല്ലേ? ആരൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ? RBG എന്നിവരാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രകാശം ലഭിക്കുമെന്ന് പറഞ്ഞു? വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ധവളപ്രകാശം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ 3 പേരും ചേർന്ന് കഴിഞ്ഞാൽ ധവളപ്രകാശം ലഭിക്കും. എടാ എന്നെ അനുബന്ധമായിട്ട് അവിടെ മിസ് ചെയ്ത് പോയൊരു പോയിന്റ് ഞാനൊന്ന് ഓർമ്മിച്ച് പറഞ്ഞോട്ടെ. ഈ പ്രിസത്തിനകത്തൂടെ എന്ത് ചെയ്യുന്നു? പ്രകാശരശ്മി അകത്ത് കയറുന്നു, പുറത്തേക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു സമന്വിത പ്രകാശം അകത്തേക്ക് കയറുന്നു, പുറത്ത് വരുമ്പോൾ പല നിറങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ വരുന്നതിനുള്ളൊരു കാരണം എന്തായിരിക്കും? നമ്മുടെ ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന് കാരണം എന്തായിരിക്കും? തരംഗദൈർഘ്യത്തിലെ വ്യത്യാസമാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മയിലുണ്ടാവണം. അതായത് തരംഗദൈർഘ്യം കൂടിയാൽ വ്യതിയാന നിരക്ക് കുറയും, തരംഗദൈർഘ്യം കൂടിയാൽ റേറ്റ് ഓഫ് ഡീവിയേഷൻ കുറയും. അപ്പോൾ റെഡിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം, അതുകൊണ്ട് അവൻ ഏറ്റവും മുകളിൽ വളരെ കുറഞ്ഞ് മാത്രം വ്യതിയാനത്തിന് വിധേയമാവും. എന്നാൽ വയലറ്റിനാണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം, അവൻ ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ അല്ലേ? അതായത് തരംഗദൈർഘ്യം കൂടിയാൽ വ്യതിയാന നിരക്ക് കുറയുന്നു, തരംഗദൈർഘ്യം കുറഞ്ഞാൽ വ്യതിയാന നിരക്ക് കൂടുന്നു. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാവണം. ചേർത്ത് പോവാം. വീണ്ടും ഒന്നുകൂടെ പ്രാഥമിക വർണ്ണങ്ങൾ എന്തായിരുന്നു? മറ്റു വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ നിർമ്മിച്ചെടുക്കാൻ കഴിയാത്ത
അറിയാത്ത വർണ്ണങ്ങൾ. എന്തോ നേരത്തെ ദ്വിതീയ വർണ്ണം, രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന പുതിയ വർണ്ണം അറിയപ്പെടുന്ന പേരാണ് ദ്വിതീയ വർണ്ണം. ആൻഡ് ഫൈനലി പൂരക വർണ്ണങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും ചേർന്നാൽ ആര് ലഭിക്കുമെങ്കിൽ, ധവളപ്രകാശം ലഭിക്കുമെങ്കിൽ ആ രണ്ട് വർണ്ണങ്ങളെ നമ്മൾ വിളിച്ച പേരാണെന്ത്? പൂരക വർണ്ണങ്ങൾ. ഓക്കെ ആണല്ലോ? ആ രണ്ട് വർണ്ണങ്ങളെയും പൂരകങ്ങളെന്ന് വിളിച്ചു. ഈ ചിത്രമായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യെല്ലോ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാധനമായിരിക്കണം. അപ്പോൾ RBG YMC, ആറും ബിയും ചേർന്നാൽ മജന്ത, ബിയും ജിയും ചേർന്നാൽ സിയാൻ, ആറും ജിയും ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോ. ഫസ്റ്റ് പോയിന്റ്, അതായത് ദ്വിതീയ വർണ്ണങ്ങളുടെ കോമ്പിനേഷൻ. എങ്ങനെ അതിനുശേഷം നമ്മൾ പറഞ്ഞു ബ്ലൂവും നേരെ ഓപ്പോസിറ്റുള്ള യെല്ലോയും, ഗ്രീനും നേരെ ഓപ്പോസിറ്റുള്ള മജന്തയും, റെഡും നേരെ ഓപ്പോസിറ്റുള്ള സിയാനും ചേർന്ന് കഴിഞ്ഞാൽ ധവളപ്രകാശം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അവന്മാരാരാണ്? പൂരക വർണ്ണങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള കോമ്പിനേഷൻ. കൃത്യമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സോ മൂവിങ് ഓൺ. ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ആരിലേക്കാണെന്നറിയാമോ? ഫിൽറ്ററുകളുടെ കഥയിലേക്കാണ്. കുറച്ച് കാലമായിട്ട് ചോദിക്കാത്ത ഒരു ചോദ്യ മേഖലയാണ്, എന്നാലും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ മേഖലയുടെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. എൻ്റെ കയ്യിൽ ഒരു ചുവന്ന ഫിൽറ്റർ ഉണ്ടെന്ന് കരുതുക, ഒരു ചുവപ്പ് ഫിൽറ്റർ ഉണ്ട്. ഞാനിങ്ങനെ എൻ്റെ ചുറ്റുപാട് നിരീക്ഷിക്കുകയാണെന്നും കൂടെ കരുതുക. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പച്ച നിറത്തിലുള്ള പതാകയെ ഞാൻ ഈ ചുവന്ന ഫിൽറ്ററിലൂടെ നിരീക്ഷിക്കുകയാണ്. ഏത് നിറത്തിലാവും കാണുക? എന്ത് നിറത്തിലായിരിക്കും കാണുക? ജസ്റ്റ് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്ത് നിറത്തിലായിരിക്കും കാണുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ അത് നമ്മൾ വിട്ടതിന് ശേഷം എന്താ ഇവിടെ നിന്ന് പറയുന്നു, RBG ഫിൽറ്ററുകൾക്ക്, അതായത് പ്രാഥമിക വർണ്ണത്തിലുള്ള ഫിൽറ്ററുകൾക്ക് ആ ഒരൊറ്റ വർണ്ണത്തെ കടത്തിവിടാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അതായത് റെഡ് കളറിലുള്ള ഫിൽറ്ററിന് റെഡ് കളറിനെ മാത്രം കടത്തിവിടാനുള്ള കഴിവേ ഉള്ളൂ, മറ്റൊരു വർണ്ണത്തെയും അവൻ കടത്തിവിടില്ല. ബ്ലൂ കളറിനും ഇത് തന്നെയാണ് അവസ്ഥ, ഗ്രീനിനും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് RBG ഫിൽറ്ററുകൾക്ക് ആ ഒരൊറ്റ വർണ്ണത്തെ കടത്തിവിടാനുള്ള കഴിവേ ഉള്ളൂ. അതായത് റെഡ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ചുറ്റുപാട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള വസ്തുക്കളെ മാത്രം ആ നിറത്തിൽ കാണാം, മറ്റ് ഏത് വർണ്ണവും നോക്കിക്കഴിഞ്ഞാൽ അത് ഇരുണ്ട നിറത്തിലായിരിക്കും കാണുക. ഓക്കെ അല്ലടാ? അപ്പോൾ പ്രാഥമിക വർണ്ണത്തിലുള്ള ഫിൽറ്ററുകൾക്ക് അതേ വർണ്ണത്തെ മാത്രമേ കടത്തിവിടാനാകൂ. ദ്വിതീയ വർണ്ണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രാഥമിക വർണ്ണത്തിലുള്ള ഫിൽറ്ററുകൾക്ക് അതേ വർണ്ണത്തെ മാത്രമേ കടത്തിവിടാനാവൂ, മറ്റെല്ലാ വർണ്ണങ്ങളും എന്ത് നിറത്തിലായിരിക്കും കാണുക? ഇരുണ്ട നിറത്തിലായിരിക്കും കാണുക എന്നുള്ള കാര്യം കൃത്യമായ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി ഞാൻ യെല്ലോ ഫിൽറ്ററാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, മഞ്ഞ ഫിൽറ്റർ വെച്ചിട്ട് ഞാനിങ്ങനെ നിരീക്ഷിക്കുകയാണ്. എൻ്റെ കണ്ണിൽ പെട്ടതൊരു ചുവന്ന പുഷ്പമാണെന്ന് കരുതുക, നല്ല ചെമ്പനീർ പൂ, ഓക്കെ, റോസാപ്പൂവാണെന്ന് കരുതുക. ആ പറഞ്ഞ റോസാപ്പൂവിനെ ഞാൻ നോക്കുന്ന സമയത്ത്, ചുവന്ന റോസിനെ ഞാൻ നോക്കുന്ന സമയത്ത് എന്ത് നിറത്തിലായിരിക്കും എനിക്ക് കാണാൻ കഴിയുക? ഒന്ന് ആലോചിക്കാനുള്ള സമയം തന്നു. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ചുവപ്പ് നിറത്തിൽ കാണും. കാരണം യെല്ലോ എന്ന് പറയുന്ന ആരൊക്കെ ചേർന്ന നിറമാടാ? റെഡും ഗ്രീനും ചേർന്നതാണ് അല്ലേ? കുറച്ച് മുമ്പ് നമ്മൾ സ്റ്റാർ വരച്ച് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. റെഡും ഗ്രീനും ചേർന്നാലാണ് ആരുണ്ടാവുന്നത്? യെല്ലോ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഫിൽറ്ററിന് മഞ്ഞ നിറത്തെ കടത്തിവിടാം, റെഡിനെ കടത്തിവിടാം, ഗ്രീനിനെയും കടത്തിവിടാം. അതായത് ദ്വിതീയ വർണ്ണത്തിലുള്ള ഫിൽറ്ററുകൾക്ക് ആ വർണ്ണത്തെയും അതിൻ്റെ ഘടകവർണ്ണങ്ങളെയും കടത്തിവിടാനാവും. സെറ്റല്ലേ? ദ്വിതീയ വർണ്ണത്തിലുള്ള ഫിൽറ്ററുകൾക്ക് ആ വർണ്ണത്തെ മാത്രമല്ലടാ അതിൻ്റെ ഘടകവർണ്ണങ്ങളെ കൂടെ കടത്തിവിടാനാവും. അതായത് റെഡ് എന്ന് പറയുന്നത് യെല്ലോയുടെ ഒരു കോൺസ്റ്റുവൻ്റ് കളറാണ്. അങ്ങനെയാണെങ്കിൽ റെഡിനെ കടത്തിവിടാം, ഗ്രീനിനെ കടത്തിവിടാം, യെല്ലോനെയും കടത്തിവിടാം. ആർക്ക്? യെല്ലോ ഫിൽറ്ററിന്, മഞ്ഞ ഫിൽറ്ററിന്. ഓക്കെ ആണല്ലോ? പരിപാടി സെറ്റല്ലേ? അപ്പോൾ ഒന്നുകൂടെ RBG ഫിൽറ്ററുകളുടെ, അതായത് ഫിൽറ്ററുകളുടെ കഥയിൽ നിന്ന് നമ്മളിതാ ഇവിടെ ഇറങ്ങുന്നു. RBG ഫിൽറ്ററുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആ വർണ്ണത്തെ മാത്രമേ കടത്തിവിടാനാവൂ. RBG ഫിൽറ്ററുകൾക്ക് അതേ വർണ്ണത്തെ മാത്രമേ കടത്തിവിടാനാവൂ. YMC ഫിൽറ്ററുകളുടെ പ്രത്യേകത എന്തായിരുന്നടാ? ആ വർണ്ണത്തെയും ഘടകവർണ്ണങ്ങളെയും കടത്തിവിടാനാവും. ഓക്കെ അല്ലേ? YMC ഫിൽറ്ററുകളുടെ പ്രത്യേകത അതേ വർണ്ണത്തെയും അതിൻ്റെ ഘടകവർണ്ണങ്ങളെയും കടത്തിവിടാനാവും. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാ. ഒന്നാമത്തെ ഉദാഹരണം, ചുവന്ന ഫിൽറ്റർ ഉപയോഗിച്ച് നീല നിറത്തിലെ പതാക നിരീക്ഷിച്ചാൽ ഏത് നിറത്തിലാകും കാണുക? നമുക്കറിയാം, ചുവപ്പ് ഫിൽറ്ററാണ് ചുവന്ന ഫിൽറ്റർ, പ്രൈമറി കളർ പ്രാഥമിക വർണ്ണം. അതുകൊണ്ട് അവൻ ആ കളറിനെ മാത്രമേ കടത്തിവിടാനാവൂ. മറ്റേത് കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരുന്നു? ഇരുണ്ട നിറം. അപ്പം നീല നിറത്തിലുള്ള പതാക നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇരുണ്ട നിറമാണ് ഉത്തരം. ശരി, പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, മഞ്ഞ ഫിൽറ്ററിലൂടെ ചുവന്ന പുഷ്പത്തെ നിരീക്ഷിച്ചാൽ ഏത് നിറത്തിലാവും കാണുക? മഞ്ഞ ഫിൽറ്റർ, മഞ്ഞയ്ക്കകത്ത് ഓക്കെ മഞ്ഞയെ കടത്തിവിടും, ഓഫ് കോഴ്സ് കടത്തിവിടും. ഇനി മഞ്ഞ ഈസ് കമ്പോസ്ഡ് ഓഫ്, മഞ്ഞയ്ക്കകത്ത് ആരൊക്കെയുണ്ട്? റെഡും ഗ്രീനും ഉണ്ട്, ചുവപ്പും പച്ചയും ഉണ്ട്. അപ്പോൾ ചുവന്ന വസ്തുക്കളെയും ചുവന്ന നിറത്തിൽ തന്നെ കാണാം, പച്ച നിറത്തിലുള്ള വസ്തുക്കളെ പച്ച നിറത്തിലും കാണാം എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ഇൻഫറൻസ്. ഇത്രയും സെറ്റല്ലേ? സമന്വിത പ്രകാശം, പ്രകീർണനം, പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ, പൂരക വർണ്ണങ്ങൾ ആൻഡ് ഫൈനലി ഫിൽറ്ററുകൾ. 6 പരിപാടികൾ സെറ്റാണ്. ഇനി ഒരു ചെറിയ സാധനം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. എനിവേ, മഴവില്ല് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. ഈ അടുത്ത് ചോദിച്ചൊരു മത്സര പരീക്ഷയിലെ ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ സംഗതി. മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത പ്രകാശ പ്രതിഭാസം ഏത്?
കുറച്ച് മുമ്പ് വരെയും ചോദിച്ചിരുന്നത് മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രകാശ പ്രതിഭാസം ഏത് എന്നുള്ളതായിരുന്നു. അവിടെ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. അതായത് ഓപ്ഷൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ചലഞ്ച് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ചോദ്യത്തിൻ്റെ സ്വഭാവത്തിനൊരു ചെറിയ വ്യത്യാസം വരുത്തുന്നു. മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത പ്രകാശ പ്രതിഭാസം ഏത് എന്നുള്ള രീതിയിലേക്ക് ആകുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മഴവില്ല് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ഒരു ഗോളമാണ്, അതായത് മഴത്തുള്ളിയാണെന്ന് കരുതുക. ഈ മഴത്തുള്ളിക്കകത്തേക്ക് സൂര്യപ്രകാശം എന്താ ഇങ്ങനെ പ്രവേശിക്കുകയാണ്. സൂര്യപ്രകാശം പ്രവേശിക്കുന്നു. സ്വാഭാവികമായിട്ടും മഴത്തുള്ളി ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്നത് എന്തായിട്ടാണ്? ഒരു ഗ്ലാസ് പ്രിസത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ മഴത്തുള്ളി കാണിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം സംഭവിക്കുന്ന അപവർത്തനമായിരിക്കും അല്ലേ? 100% ഉറപ്പായിട്ട് ആദ്യം സംഭവിക്കുന്നത് അപവർത്തനം. അപവർത്തനം സംഭവിക്കുന്നതിനൊപ്പം ഇവനൊരു ഗ്ലാസ് പ്രിസം പോലെ ആക്ട് ചെയ്യുമെങ്കിൽ അവിടെ എന്തും കൂടെ നടക്കും? പ്രകീർണനവും കൂടെ നടക്കും. അതായത് 2 പ്രകാശ പ്രതിഭാസം ഇവിടെ ആയേ. ഏതൊക്കെയായി? അപവർത്തനമായി, പ്രകീർണനമായി. ഇനി അങ്ങനെ കടന്നു പോകുന്നതിന് പകരം ഇവൻ എന്ത് ചെയ്യുമെന്നറിയാം? അവിടെ തട്ടി തിരിച്ചു വരും. ഓക്കെ അല്ലേ? അതായത് അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആന്തരിക പ്രതിപതനം അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം. ഇത് മൂന്നും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ മഴവില്ല് രൂപീകരിക്കപ്പെടുകയുള്ളൂ. അതായത് ഇവിടുത്തെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വിസരണമാണ്. അതായത് ബന്ധമില്ലാത്ത പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് വിസരണമാണ്. അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് തിരിച്ചും പറയാം. എന്തായിരുന്നടാ? ആദ്യം അപവർത്തനം, രണ്ടാമത് പ്രകീർണനം, മൂന്നാമത് പൂർണ്ണാന്തര പ്രതിപതനം. ഈ പറഞ്ഞ 3 പ്രകാശ പ്രതിഭാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? മഴവില്ലുകൾ രൂപീകരിക്കപ്പെടാറുള്ളൂ. അത് കാരണമാണ് എല്ലാ മഴ സമയത്ത് എന്തുണ്ടാകാത്തത്? മഴവില്ലുണ്ടാകാത്തത്. ഈ 3 പ്രകാശ പ്രതിഭാസങ്ങൾ ഒരുമിച്ച് അരങ്ങേറുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മഴവില്ലെന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസം സംഭവിക്കുന്നത്. അപ്പം മഴവില്ലിൻ്റെ രൂപീകരണത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസങ്ങൾ ഒറ്റ ചോദ്യമാണെങ്കിൽ അത് പ്രകീർണനമാണ് ഉത്തരം. ഇനി പ്രകീർണനമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റ് 2 പ്രകാശ പ്രതിഭാസങ്ങൾ ആരൊക്കെയാണ്? അപവർത്തനവും പൂർണ്ണാന്തര പ്രതിപതനവുമാണ്. അപ്പോൾ മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രകാശ പ്രതിഭാസങ്ങളാണ് ആരൊക്കെ? പ്രകീർണനം, അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം. ഇനി സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ കണ്ട കാഴ്ചയ്ക്കകത്ത് തന്നെ നമുക്ക് വെറുതെ ഒന്ന് എണ്ണി നോക്കാം. സാധാരണഗതിയിൽ 1 തവണ അപവർത്തനത്തിനും 2 അപവർത്തനത്തിനും 2 അപവർത്തനത്തിനും 1 തവണ ആന്തരിക പ്രതിപതനത്തിനും വിധേയമാകുമ്പോഴാണ് മഴവില്ലുകൾ അല്ലെങ്കിൽ പ്രാഥമിക മഴവില്ല് ഉണ്ടാകുന്നത്. മഴവില്ലുണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള 2 പ്രകാശ പ്രതിഭാസങ്ങളാണ് അപവർത്തനവും ആന്തരിക പ്രതിപതനവും. സാധാരണഗതിയിൽ 2 തവണ അപവർത്തനവും 1 തവണ ആന്തരിക പ്രതിപതനവും നടക്കുമ്പോഴാണ് പ്രാഥമിക മഴവില്ലുണ്ടാവാറ്. ചില സന്ദർഭങ്ങളിലെങ്കിലും 2 തവണ അപവർത്തനവും 2 തവണ ആന്തരിക പ്രതിപതനവും നടക്കും. ഇപ്പോൾ ഇവിടെ തന്നെ കാണാം, ഞാനിതിപ്പോൾ വരച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒന്നാണ്. അതായത് ഇവിടെ ഒരു അപവർത്തനം, തിരിച്ചിറങ്ങുന്ന സമയത്ത് രണ്ടാമതൊരു അപവർത്തനം. അതുപോലെ ഇവിടെ ഒരു ആന്തരിക പ്രതിപതനം, ഇവിടെ രണ്ടാമത്തെ ഒരു ആന്തരിക പ്രതിപതനം. അതായത് 2 അപവർത്തനവും 2 ആന്തരിക പ്രതിപതനവും നടന്നാൽ, 2 അപവർത്തനവും 2 ആന്തരിക പ്രതിപതനവും നടന്നാൽ അവിടെ ഉണ്ടാവുന്ന മഴവില്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് ദ്വിതീയ മഴവില്ല് എന്നാണ്. എന്തായിരുന്നു? ദ്വിതീയ മഴവില്ല്. അപ്പോൾ 2 തവണ അപവർത്തനവും 2 തവണ തന്നെ ആന്തരിക പ്രതിപതനവും നടന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതായിരുന്നു എന്ത്? ദ്വിതീയ മഴവില്ല്. വേറെ ഒന്നുമല്ലടാ, സാധാരണ നമ്മൾ മഴവില്ല് കാണുന്നത് പോലെ തന്നെ, പക്ഷെ അതിൻ്റെ മുകളിൽ മറ്റേ ഡബിൾ ഡെക്കർ ബസ് കണക്ക് മറ്റൊരു ലെയറോടെ മഴവില്ലായിട്ട് മുകളിലുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ സാധാരണ മഴവില്ലിന് പുറമെ അതിൻ്റെ പുറമെ ആയിട്ട് കാണപ്പെടുന്ന മറ്റൊരു മഴവില്ല് അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? ദ്വിതീയ മഴവില്ല്. എപ്പോഴും ദ്വിതീയ മഴവില്ല് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? 2 തവണ അപവർത്തനം നടക്കണം, ഒപ്പം 2 തവണ തന്നെ ആന്തരിക പ്രതിപതനവും നടക്കണം. സാധാരണ പ്രാഥമിക മഴവില്ല് അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മഴവില്ലിൻ്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെടുന്നത് എത്രയായിരുന്നു? 2 അപവർത്തനവും 1 ആന്തരിക പ്രതിപതനവുമാണ്. അപ്പം പ്രാഥമിക മഴവില്ലിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടത് 2 തവണ അപവർത്തനവും 1 തവണ ആന്തരിക പ്രതിപതനമാണ് എന്നുള്ള കാര്യം കൃത്യമായ ഓർമ്മയിലുണ്ടാവണം. ഒരു ചെറിയ സാധനം കൂടെ, ദൃഷ്ടിരേഖ അല്ലെങ്കിൽ ലൈൻ ഓഫ് വിഷൻ. എന്തായിരുന്നു ഈ ദൃഷ്ടിരേഖ? മഴവില്ലിനെ ഞാനിങ്ങനെ നിരീക്ഷിക്കുകയാണ്. ആ മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും ഞാനാണ് ഇപ്പോഴത്തെ നിരീക്ഷകനെങ്കിൽ എൻ്റെ കണ്ണിനെയും ചേർത്ത് വരയ്ക്കുന്ന നേർരേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ദൃഷ്ടിരേഖ. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും, ഒന്നുകൂടെ, മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും, ആ ഒരു ബോ എനിക്ക് കാണാം, റെയിൻബോ എനിക്ക് കാണാം. ആ ബോയുടെ അർദ്ധവൃത്താകൃതിയിലുള്ള ആ റെയിൻബോയുടെ കേന്ദ്രത്തെയും സെൻറ്ററിനെയും എൻ്റെ കണ്ണിനെയും ചേർത്ത് വരയ്ക്കുന്ന നേർരേഖയാണ് എന്താ? ദൃഷ്ടിരേഖ. ഈ ദൃഷ്ടിരേഖയുമായി 40.8 കോണളവിലുള്ള എല്ലാ ജലകണികകളും വയലറ്റ് നിറത്തിൽ കാണും. 42.8 എല്ലാ ജലകണികകളും ഏത് നിറത്തിലും കാണും? ചുവപ്പ് നിറത്തിലും കാണും. മറ്റെല്ലാ വർണ്ണങ്ങളും ഇതിനിടയിലായിരിക്കും കാണുക. ഓക്കെ അല്ലേ? അതായത് തരംഗദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ വർണ്ണങ്ങളും ഇതിൻ്റെ ഇടയിൽ അടുക്കി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നുകൂടെ പോവാം. ഏതൊക്കെയായിരുന്നു ആ കോണളവുകൾ? 42.8നും 40.8നും. ദൃഷ്ടിരേഖയുമായി 40.8 കോണളവ് അല്ലെങ്കിൽ കോണളവിലുള്ള എല്ലാ ജലകണികകൾക്കും വയലറ്റ് നിറവും 42.8 എല്ലാ ജലകണികകൾക്കും എന്ത് നിറവും? ചുവപ്പ് നിറവായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായി ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇത്രയും സമാധാനത്തിൽ നമുക്കൊന്നുകൂടെ സംസാരിക്കാം.
മഴവില്ലിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എടാ പ്രകീർണനമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മഴവില്ല്. ആദ്യത്തെ പോയിന്റായിട്ട് പറയൂ, മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് എന്ത്? മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. ഇനി മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രകാശ പ്രതിഭാസങ്ങളും കൂടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പ്രകീർണനം, അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപാദനം. ഇത് മൂന്നും ചേർന്ന് കഴിഞ്ഞാലാണ് എന്ത് നടക്കുക? മഴവില്ലിൻ്റെ രൂപീകരണം നടക്കുക. ഇനി പറഞ്ഞു മഴവില്ലിൻ്റെ ആദ്യത്തെ ടേമായിട്ട് നമ്മൾ സംസാരിച്ചത് ദൃഷ്ടിരേഖ. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകൻ്റെ കണ്ണിനെയും ചേർത്ത് വരയ്ക്കുന്ന നേർരേഖയാണ് ദൃഷ്ടിരേഖ. ഈ ദൃഷ്ടിരേഖയുമായി 40.8 എല്ലാ ജലകണികകൾക്കും എന്ത് നിറമായിരിക്കും ഉണ്ടാവുക? വയലറ്റ് നിറമായിരിക്കും ഉണ്ടാവുക. 42.8 എല്ലാ ജലകണികകൾക്കും എന്ത് നിറമായിരിക്കും ഉണ്ടാവുക? ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാവുക. മറ്റെല്ലാ വർണ്ണങ്ങളും ഇതിനിടയിലായിട്ട്, തരംഗദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ വർണ്ണങ്ങളും ഇതിനിടയിലായി കാണപ്പെടും. ശേഷം പറഞ്ഞു ഇത്രയാണ് മഴവില്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള ധാരണ. എടാ മഴവില്ലിൻ്റെ ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന നിറം ഏതാ? ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന നിറം ഏതാണ്? ചുവപ്പാണ്. മഴവില്ലിൻ്റെ ഏറ്റവും അകമേ അല്ലെങ്കിൽ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന നിറം എന്ന് പറയുന്നത് വയലറ്റ് ആണ്. അപ്പോൾ വിബ്ജിയോർ എന്ന് പറയുന്ന സ്പെക്ട്രം നമുക്കറിയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മഴവില്ലിൻ്റെ നടുക്ക് കാണപ്പെടുന്ന നിറം അല്ലെങ്കിൽ ഗ്രീൻ ആണ് ഒത്ത നടുക്കായി കാണപ്പെടുന്ന നിറം എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിലുണ്ടായിരുന്നാൽ മതി. അപ്പോൾ സാധാരണ മഴവില്ലിൽ ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന നിറം ചുവപ്പാണ്, ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന നിറം വയലറ്റും ആണ്. ഇനി സാധാരണ മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രകാശ പ്രതിഭാസങ്ങൾ നമ്മൾ എങ്ങനെ പറഞ്ഞു? 2 തവണ അപവർത്തനവും 1 തവണ ആന്തരിക പ്രതിപതനവും നടക്കുമ്പോഴാണ് സാധാരണ മഴവില്ലുകൾ അല്ലെങ്കിൽ പ്രാഥമിക മഴവില്ലുകൾ രൂപീകരിക്കപ്പെടാറ്. എടാ ഈ പ്രാഥമിക മഴവില്ലിന് മുകളിലായി കാണപ്പെടുന്ന അല്ലെങ്കിൽ രണ്ടാമതായി ഉണ്ടാകുന്ന മഴവില്ല് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ദ്വിതീയ മഴവില്ല്. ഓക്കെ അല്ലടാ, ദ്വിതീയ മഴവില്ല്. ഈ ദ്വിതീയ മഴവില്ലിൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ആരാണെന്ന് അറിയാമോ? അത് വയലറ്റ് ആണ്. തിരിയും, നേരെ റിവേഴ്സ്. എടാ ഇതിൻ്റെ ഒരു നിഴൽ അങ്ങനെ മാത്രം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ പ്രാഥമിക മഴവില്ലിൻ്റെ നേരെ റിവേഴ്സാണ് എന്ത്? ദ്വിതീയ മഴവില്ല്. അപ്പോൾ ദ്വിതീയ മഴവില്ലിൽ ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന നിറം എന്ന് പറയുന്നത് വയലറ്റ് ആണ്. ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന നിറം എന്ന് പറയുന്നത് ചുവപ്പ് ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മയിലുണ്ടാവുക. 2 കോണളവുകൾ പറഞ്ഞടാ. എടാ മഴവില്ലിൽ സാധാരണ മഴവില്ല് ദൃഷ്ടിരേഖയുമായി 40.8 കോണളവിലുള്ള എല്ലാ ജലകണികൾക്ക് എന്ത് കളറായിരിക്കും ഉണ്ടാവുക? വയലറ്റ് നിറമായിരിക്കും ഉണ്ടാവുക. 42.8 എല്ലാവർക്കും ചുവപ്പ് നിറമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സെറ്റാണ് മഴവില്ലുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഴവില്ലിൻ്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പരിപാടികൾ ക്ലിയർ കട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ പിക്ചറൈസേഷൻ കാണാം. എടാ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ദ്വിതീയ മഴവില്ലുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു അപവർത്തനം ഇവിടെ വെച്ചിട്ട് ആദ്യത്തെ ഡീവിയേഷൻ സംഭവിക്കുന്നു. അതുപോലെ അവിടെ പ്രകീർണനം, ശേഷം ഇവിടെ വെച്ചിട്ട് ആദ്യത്തെ റിഫ്ലക്ഷൻ അല്ലേ, ആന്തരിക പ്രതിപതനം. ഇവിടെ വെച്ചിട്ട് രണ്ടാമത്തെ റിഫ്ലക്ഷൻ, അതായത് രണ്ടാമത്തെ അപവർത്തനവും രണ്ടാമത്തെ റിഫ്ലക്ഷനും ഇവിടെ വെച്ചിട്ട് സംഭവിക്കുന്നു. അപ്പോൾ ഇത് ദ്വിതീയ മഴവില്ലിൻ്റെ ഫോർമേഷനാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. ഇത് പ്രാഥമിക മഴവില്ല്, നോർമൽ മഴവില്ല്. അതിന് പുറമെയായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ മഴവില്ല് അറിയപ്പെടുന്നവരായിരുന്നു എന്ത്? ദ്വിതീയ മഴവില്ല്. ദ്വിതീയ മഴവില്ല് പുറമെയായി കാണപ്പെടുന്ന നിറം വയലറ്റ് ആണ്. അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനൊന്നും പറ്റൂല, റെഡൊന്നും അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റൂല. എന്നാലും നമ്മൾ പറയും ദ്വിതീയ മഴവില്ല് വയലറ്റ് കാണപ്പെടുന്ന കോണളവ് 54.2 ഡിഗ്രി. ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് കാണപ്പെടുന്ന കോണളവ് 54.2 ഡിഗ്രി. എടാ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഈ സെഷൻ്റെ അകത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്നുകൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പരിപാടി ഫിനിഷ്. ഒന്നുകൂടെ പോവാം. സമന്വിത പ്രകാശം. എന്തോന്നാണ് സമന്വിത പ്രകാശം? മറ്റ് വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണം അറിയപ്പെടുന്ന പേരാണ് സമന്വിത പ്രകാശം. ഇത്തരത്തിലൊരു സമന്വിത പ്രകാശത്തെ നിങ്ങളൊരു പ്രിസത്തിലൂടെ അയക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറും. അതറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണെന്ത്? പ്രകീർണനം. പ്രകീർണനത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്കമിട്ട് നിരത്തി കൊടുക്കും, അത് അപവർത്തനമാണ്. ഓക്കെ അല്ല, അപവർത്തനമാണ്. പ്രകീർണനത്തിന് ഏറ്റവും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രകാശ പ്രതിഭാസമാണ് മഴവില്ലുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് പ്രാഥമിക വർണ്ണങ്ങളെ പറ്റി പറയാം. മഴവില്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രകാശ പ്രതിഭാസം ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഉത്തരം പ്രകീർണനം. ഇനി അതുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ മഴവില്ലിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത പ്രകാശ പ്രതിഭാസം എന്നൊക്കെ തരത്തിലാണ് വരുന്നതെങ്കിൽ ബന്ധപ്പെട്ട മറ്റ് പ്രകാശ പ്രതിഭാസങ്ങൾ ആരൊക്കെയാണ്? പ്രകീർണനം, അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം. ഈ പറഞ്ഞ 3 പ്രതിഭാസങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് എന്ത് നടക്കുക? മഴവില്ലുകൾ രൂപീകരിക്കപ്പെടാറ്. എടാ പറയൂ, എന്താണ് ദൃഷ്ടിരേഖ എന്ന്? മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകൻ്റെ കണ്ണിനെയും ചേർത്ത് വരയ്ക്കുന്ന നേർരേഖയാണ് എന്ത്? ദൃഷ്ടിരേഖ. ദൃഷ്ടിരേഖയുമായി 40.8 എല്ലാ കോണളവിലുള്ള എല്ലാ ജലകണികകൾക്കും എന്ത് നിറമായിരിക്കും? വയലറ്റ് നിറമായിരിക്കും. 42.8 എല്ലാ ജലകണികകൾക്ക് എന്ത് നിറമായിരിക്കും? റെഡ്, ചുവപ്പ് നിറമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എടാ മഴവില്ലിൽ ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന നിറം ആരായിരുന്നടാ? ചുവപ്പാണ്. ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന നിറം വയലറ്റ് ആണ്. മറ്റ് വർണ്ണങ്ങളെല്ലാം തരംഗദൈർഘ്യത്തിൻ്റെ ക്രമത്തിൽ ഇതിനിടയിലായി കാണപ്പെടുന്നു.
ഇനി പറഞ്ഞു ഈ മഴവില്ല് പ്രാഥമിക മഴവില്ലിനകത്ത് അല്ലെങ്കിൽ പ്രാഥമിക മഴവില്ല് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് എത്ര തവണ അപവർത്തനം നടക്കും? 2 തവണ അപവർത്തനം. എത്ര തവണ ആന്തരിക പ്രതിപതനം നടക്കും അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം നടക്കും? 1. അതായത് 2+1 ആണെങ്കിൽ അത് പ്രാഥമിക മഴവില്ലാണ്. ഓക്കെ അല്ലടാ. 2+2 ആണെങ്കിൽ അതായത് 2 തവണ തന്നെ അപവർത്തനവും 2 തവണ തന്നെ ആന്തരിക പ്രതിപതനത്തിന് വിധേയമാവുകയാണെങ്കിൽ മഴവില്ല് മാറി അവിടെ ഒരു ഡബിൾ ഡെക്കർ വരുന്നു. ഇൻ ദ സെൻസ് അതിൻ്റെ പുറത്ത് മുകളിലേക്ക് ഒരു മഴവില്ലോടെ രൂപീകരിക്കപ്പെടുന്നു. ആ മഴവില്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിതീയ മഴവില്ല് അഥവാ സെക്കൻഡറി റെയിൻബോ. ദ്വിതീയ മഴവില്ല് ഈ ചുവപ്പ് കാണപ്പെടുന്ന അല്ലെങ്കിൽ വയലറ്റ് കാണപ്പെടുന്ന കോണളവ് നമ്മൾ പറഞ്ഞു 54.2. എത്രയായിരുന്നടാ? 54.2. ദ്വിതീയ മഴവില്ല് വയലറ്റ് കാണപ്പെടുന്ന കോണളവ് എന്ന് പറയുന്നത് 54.2 ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മയിലുണ്ടാവണം. ഇത്രയായിരുന്നു ഏകദേശം മഴവില്ലിനെ കുറിച്ച് പറഞ്ഞത്. ശരിയല്ലേ? മഴവില്ലിനെ കുറിച്ച് പറഞ്ഞത്. പിന്നീട് നമ്മൾ പോയത് പ്രാഥമിക വർണ്ണങ്ങളിലേക്കും ദ്വിതീയ വർണ്ണങ്ങളിലേക്കുമാണ്. എന്തോന്നാ പ്രാഥമിക വർണ്ണങ്ങൾ? മറ്റ് വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ നിർമ്മിച്ചെടുക്കാൻ കഴിയാത്ത വർണ്ണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ആരൊക്കെയാ പ്രാഥമിക വർണ്ണങ്ങൾ? RBG. ആരൊക്കെയാ? RBG. ആരൊക്കെയാ? റെഡ്, ബ്ലൂ, ഗ്രീൻ, ചുവപ്പ്, നീല, പച്ച എന്നിവരാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളും ചേർന്നാൽ ആരോ കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. 3 പ്രാഥമിക വർണ്ണങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ധവളപ്രകാശമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓവർ ടു ദ്വിതീയ വർണ്ണങ്ങൾ. എന്തോ നേരത്തെ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാഥമിക വർണ്ണങ്ങളുടെ സംയോജനത്തിലൂടെ ഉണ്ടാകുന്ന പുതിയ വർണ്ണം അറിയപ്പെടുന്ന പേരാണ് ദ്വിതീയ വർണ്ണം. അത് വെറും 3 അക്ഷരം. ആരൊക്കെയാ? YMC. RBG, YMC, RBG, YMC. അപ്പോൾ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ YMC ആണ്. യെല്ലോ, മജന്ത, സിയാൻ എന്നിവരാണ് ദ്വിതീയ വർണ്ണങ്ങൾ. മൂന്നാമത് പറഞ്ഞു പൂരക വർണ്ണങ്ങൾ. ഒരു പ്രാഥമിക വർണ്ണവും നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റാറാണ് ഇവിടുത്തെ ഒരു പ്രാഥമിക വർണ്ണവും നേരെ ഓപ്പോസിറ്റുള്ള ഒരു ദ്വിതീയ വർണ്ണവും ചേർന്ന് കഴിഞ്ഞാൽ ധവളപ്രകാശം ലഭിക്കുമെങ്കിൽ ആ 2 വർണ്ണങ്ങളും എന്താണ്? പൂരക വർണ്ണങ്ങളാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാവണം. ഒരു പ്രാഥമിക വർണ്ണം ഒരു ദ്വിതീയ വർണ്ണം ചേർന്ന് കഴിഞ്ഞാൽ ധവളപ്രകാശം തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് ദ്വിതീയ വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അവസാനം പറഞ്ഞു ഫിൽറ്ററുകളുടെ കാര്യം. RBG ഫിൽറ്ററുകൾ അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണത്തിലുള്ള ഫിൽറ്ററുകളുടെ പ്രത്യേകത ആ ഒരൊറ്റ വർണ്ണത്തെ മാത്രം കടത്തിവിടാനുള്ള കഴിവേ പ്രാഥമിക വർണ്ണത്തിനുള്ളൂ. അതായത് റെഡ് ആണെങ്കിൽ റെഡ്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ മാത്രം. മറ്റൊന്നിനെയും കടത്തിവിടാനുള്ള കഴിവില്ല. മറ്റെല്ലാ വസ്തുക്കളും ഇരുണ്ട നിറത്തിലായിരിക്കും കാണുക എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മയിലുണ്ടാവണം. YMC ഫിൽറ്ററുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണത്തിലുള്ള ഫിൽറ്ററുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ആ വർണ്ണത്തെയും ഒപ്പം ഘടകവർണ്ണങ്ങളെയും കടത്തിവിടാനാവും. ഉദാഹരണത്തിന് ചോദിച്ചിരുന്ന ചോദ്യം ആവർത്തിക്കാം. യെല്ലോ ഫിൽറ്ററിലൂടെ, മഞ്ഞ ഫിൽറ്ററിലൂടെ പച്ച നിറത്തിലുള്ള പതാക നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് നിറത്തിലായിരിക്കും കാണുക? ഓഫ് കോഴ്സ് പച്ച. കാരണം എന്താ? യെല്ലോയ്ക്കകത്ത് ആരൊക്കെയുണ്ട്? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. യെല്ലോയ്ക്ക് ആരെയൊക്കെ കടത്തിവിടാനുള്ള കഴിവുണ്ട്? യെല്ലോനെ, റെഡിനെ, ഗ്രീനിനെ. ഓക്കെ ആണോ? സെറ്റല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട റിക്കറിംഗ് ആയി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മളിത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഊർജ്ജം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുഴുവനും നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവലൊക്കെ അങ്ങ് തീ കത്തി നിൽക്കുകയാണെന്നുള്ള കാര്യം അറിയാം. എഗെയിൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായി അറിയിക്കണം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് ഡേ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ടാറ്റ.